ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ തറവാട്ട് കാവിലെ തെയ്യത്തിനെ കുറിച്ചാണ് കേട്ടോ. തെയ്യാട്ടം എന്നും കളിയാട്ടം അല്ലെങ്കിൽ തിറ അടിയന്തരം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉത്തര കേരളത്തിൽ, അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമായിട്ടുള്ള വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഈശ്വര ആരാധന രീതിയാണ് തെയ്യാട്ടം അല്ലെങ്കിൽ തെയ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ തെയ്യം വെറുമൊരു കലാരൂപമായിട്ട് മാത്രമല്ല കാണുന്നത്. ദൈവം എന്ന പദത്തിൻ്റെ ഒരു ഗ്രാമ്യ രൂപമാണ് ശരിക്കും തെയ്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് തെയ്യം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അതായത് ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ വെള്ളോട്ട് ചിലമ്പണിഞ്ഞ് ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് സംവദിക്കുന്ന, സംസാരിക്കുന്ന, നമ്മുടെ വിഷമങ്ങളൊക്കെ കേൾക്കുകയും നമ്മുടെ ദുഃഖങ്ങളിലൊക്കെ ഒരു ശമിപ്പിക്കുന്ന, രോഗങ്ങൾ ശമിപ്പിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ഒരാളായിട്ടാണ് നമ്മുടെ ഓരോ വിശ്വാസികൾക്കും തെയ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തെയ്യവും ദൈവവും വേറെയല്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ തറവാട്ടിൽ തെയ്യം വരുമ്പോൾ ശരിക്കും ഒരു കളിയാട്ടം നിശ്ചയിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ല കേട്ടോ. ഭയങ്കര തിരക്കാണ്, വലിയ ഉത്സവ പ്രതീതിയാണ് ശരിക്കും. പുതിയ ഡ്രസ്സ് എടുക്കലായി, ഏതൊക്കെ ഡ്രസ്സ് വാങ്ങണം എന്നുള്ള ചിന്തയായി. മോസ്റ്റ്ലി നമ്മൾ സെറ്റും മുണ്ടും ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഇതിലൊക്കെ തന്നെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാണാം, നമ്മുടെ നാട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും കാണാനും അവരോടൊക്കെ സംസാരിക്കാനും കൂടിയൊക്കെ ഉള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ ഓരോ വർഷവും കളിയാട്ടം. എൻ്റെ കുട്ടിക്കാലത്തിൽ എൻ്റെ ഈ തറവാട്ടിൽ തെയ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും ഈ ഭാഗമൊക്കെ നല്ല കാടായിരുന്നു, എന്നാലും കാവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വിളക്ക് വെക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുട്ടിക്കാലത്ത് കാണാത്ത തെയ്യങ്ങളില്ല നമ്മുടെ നാട്ടിൽ. എല്ലാ കാവുകളിലും തെയ്യം സാധാരണയായിട്ട് കെട്ടിയാടുന്നത് കാവുകളിലാണ് കേട്ടോ. കാവുകൾ എന്ന് പറയുമ്പോൾ ചെറിയ കാടുകളാണ്, മിനിയേച്ചർ ഫോറസ്റ്റ്, സീക്രട്ട് ഗ്രോവ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ സയൻറ്റിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബയോ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം സംരക്ഷിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് നമുക്കിതിനെ കാണാം കേട്ടോ. അപ്പം നമ്മളൊരു ദൈവാരാധനയുടെ ഭാഗമായിട്ട് നമ്മളതിനെ ഫോറസ്റ്റ് കൂടെ അല്ലെങ്കിൽ അതിൻ്റെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ കൂടെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനെ അങ്ങനെയും കാണാം കേട്ടോ. നമ്മൾ സാധാരണ ക്ഷേത്രത്തിലേതുപോലെ തന്നെയുള്ള ബിംബപ്രതിഷ്ഠയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഷ്ഠ നമുക്ക് കാവുകളിലുള്ള പള്ളിയറകളിൽ കാണാൻ പറ്റില്ല കേട്ടോ. അവിടെ പീഠം അല്ലെങ്കിൽ പീഠത്തിൽ വരിച്ചിട്ടിരിക്കുന്ന പട്ട്, തൃശൂലം, പള്ളിവാൾ, ഇങ്ങനെയുള്ള തിരുവായുധങ്ങളാണ് കാവിലെ പള്ളിയറയിൽ മെയിനായിട്ട് പൂജ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മന്ത്ലി ഒരു തവണ മാത്രമാണ് ഈ ഓപ്പൺ ചെയ്തിട്ട് സംക്രമ പൂജ നടത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം വിളക്ക് വെക്കാറുണ്ട്. അത് അമ്മയാണ് ചെയ്യാറുള്ളത്. യൂഷ്വലി മുന്നേയൊക്കെ അച്ഛനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറുപ്പത്തിലൊക്കെ നമ്മളാണ് ഈ കാവിൽ വിളക്ക് വെച്ചുകൊണ്ടിരുന്നത്. ഓരോ കാവുകളും അറിയപ്പെടുന്നത് അവിടുത്തെ പ്രധാന ദേവതയുടെ പേരിലായിരിക്കും. എങ്കിലും ആ ദേവതയോടൊപ്പം മറ്റുള്ള തെയ്യങ്ങൾ കൂടെ കാവിൽ കെട്ടിയാടിക്കും. എൻ്റെ ഈ തറവാട്ടിൽ തായ്പര ദേവതയാണ് പ്രധാന തെയ്യം. കൂടാതെ ഗുളികൻ, വിഷ്ണുമൂർത്തി, കുടിവീരൻ, തെക്കൻ കരിയാത്തൻ, എടലാപുരത്ത് ചാമണ്ടി എന്നീ തെയ്യങ്ങളും കെട്ടിയാടിക്കാറുണ്ട്. ഇവിടെ 140, അതായത് 1 കുറവ് 40, 39 തെയ്യക്കോലങ്ങൾ കെട്ടിയാടിച്ച കളിയാട്ട ഭൂമിയാണെന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തറവാട്ടിൽ തെയ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് കാവുകൾ, നമ്മുടെ കാവ് പുനഃപ്രതിഷ്ഠ ചെയ്തതിന് ശേഷം തെയ്യക്കോലങ്ങൾ കെട്ടിയാടിക്കാൻ തുടങ്ങി. എന്നാലും ഒരുപാട് തെയ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും വീട്ടിൽ തറവാട്ടിൽ കെട്ടിയാടിക്കുന്നത് ഇത്രയും തെയ്യങ്ങളാണ്. ഇന്നിപ്പോൾ 400-ലേറെ തെയ്യക്കോലങ്ങൾ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലായിട്ട് ഉണ്ട് കേട്ടോ. ചില കാവുകളിൽ തക്കുറിയായിട്ട്, അതായത് എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ ഡേറ്റിലായിരിക്കും തെയ്യം നടത്തുന്നത്. നമ്മുടെ ഇവിടെ ചെയ്യുന്നത് നമ്മളൊരു തീയതി, നമുക്ക് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് തീരുമാനിക്കും. അതിനുശേഷം പിന്നെ അടയാള പണം കൊടുക്കണം. അതായത് നമ്മുടെ നാട്ടിൽ നമ്മളെ തെയ്യം, നമ്മുടെ ഈ ഭാഗത്ത് തെയ്യത്തിന് അധികാരപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ അടയാള പണം കൊടുക്കണം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ജമ്മാരി എന്നാണ് മെയിനായിട്ടുള്ള ഈ കോലക്കാരനെ പറയുന്നത്, തെയ്യം കെട്ടുന്ന ആളിനെ പറയുന്നത്. അവരായിരിക്കും പിന്നീടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. മറ്റുള്ള തെയ്യങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ കോലം കെട്ടണം, ഏതൊക്കെ വാദ്യക്കാരെ വിളിക്കണം, അതൊക്കെ അവർ പിന്നെ തീരുമാനിക്കും. അങ്ങനെ നമുക്ക് ഒരു ജമ്മാരി ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ അവരെ അടയാളപ്പണം കൊടുത്ത് അവരെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കും.
നമ്മുടെ തറവാട്ടിൽ 2 ദിവസമായിട്ടാണ് ഈ മഹോത്സവം നമ്മൾ കൊണ്ടാടാറുള്ളത് കേട്ടോ. ഒരു ദിവസം ആദ്യത്തെ ദിവസം അതായത് ഉച്ചയോടുകൂടി കാവിൽ കയറൽ ചടങ്ങാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ തെയ്യത്തിൻ്റെയും തോറ്റം അല്ലെങ്കിൽ വെള്ളാട്ടം എന്ന് പറയുന്ന ചടങ്ങാണ്. തോറ്റം അല്ലെങ്കിൽ വെള്ളാട്ടം എന്ന് പറയുന്നത് പുരുഷ തെയ്യങ്ങൾക്ക് സാധാരണ ഇളങ്കോലമായ വെള്ളാട്ടവും സ്ത്രീ ദേവതകൾക്ക് ലളിതവേഷത്തിലുള്ള തോറ്റങ്ങളുമാണ് ഉണ്ടാവുന്നത്. കോലക്കാരൻ അല്ലെങ്കിൽ തെയ്യം കെട്ടുന്ന ആൾ കാവിൻ്റെ മുന്നിൽ വന്ന് തൊഴുത്ത് നിന്നുകൊണ്ട് വരിക വരിക ദൈവമേ അത് തുടങ്ങിയിട്ട് ഒരു തോറ്റം പാടുന്ന മണിക്കൂറുകളോളം ഉണ്ടാവും കേട്ടോ. ആ തോറ്റം അത് ഓരോ തെയ്യക്കോലങ്ങൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ തോറ്റം പാട്ടിലൂടെയാണ് ദൈവത്തെ കോലക്കാരനിലേക്ക് അല്ലെങ്കിൽ തെയ്യം കെട്ടുന്ന ആളിലേക്ക് ആവേശിക്കുന്നത്. അങ്ങനെയാണ് അവർ നമ്മളെ ദൈവമായിട്ട് നമ്മളതിനെ എന്താ പറയുക കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. പൂർണ്ണ തെയ്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും തോറ്റത്തിലും തോറ്റം പാടുന്ന അതിലും നിർവഹിക്കുന്നുണ്ടാവും കേട്ടോ. പൂർണ്ണമായ വേഷങ്ങളോടുകൂടിയുള്ള അടുത്ത നാൾ നെക്സ്റ്റ് ഡേ വെളുപ്പ് മുതൽ തെയ്യം കെട്ടിയാടും. അതായത് പൂർണ്ണ രൂപത്തിലുള്ള തെയ്യം. ഈ 2 ദിവസവും ശരിക്കും നമ്മളെല്ലാവരും തന്നെ മോസ്റ്റ്ലി ഉറക്കൊഴിയുന്നുണ്ടാവും കേട്ടോ. പിന്നെ 3-ാമത്തെ ദിവസം ഈ തെയ്യമൊക്കെ കഴിഞ്ഞ് ആ നെക്സ്റ്റ് ഡേ തെയ്യം കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നെ കാവിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ടാവില്ല. എല്ലാം കഴിഞ്ഞ് എല്ലാ ചടങ്ങുകളും ഇതിപ്പോൾ ഞാൻ വളരെ ചുരുക്കിയാണ് ഇവിടുത്തെ ചടങ്ങുകളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചടങ്ങുകൾ ഇതിനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമാപനത്തോടു കൂടിയിട്ടുള്ള കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കാവിൻ്റെ പരിസരത്തേക്ക് യൂഷ്വലി പോവാറില്ല. ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കാറില്ല കേട്ടോ. നമ്മളോട് പറയും നമ്മളിനി അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ 3-ാമത്തെ ദിവസം മാത്രമാണ് നമ്മൾ കാവിൻ്റെ ഭാഗത്തേക്ക് പോവുകയും എല്ലാം ക്ലീൻ ചെയ്ത് എന്താ പറയുക അവിടെയുള്ള എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് പറയുന്നതാണ് കരിയടിക്കൽ ചടങ്ങ്. അതോടുകൂടിയാണ് നമ്മുടെ ഈ തെയ്യത്തിൻ്റെ എല്ലാ ചടങ്ങുകളും തീരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 ദിവസം ഞാൻ പറഞ്ഞല്ലോ അവിടത്തോട്ട് പോവില്ല എന്ന്. ആ സമയത്ത് നമ്മളിങ്ങനെ കാതോർക്കുമ്പോഴും നമുക്ക് ഈ ചെണ്ടയുടെ ഈ ഒരു ശബ്ദങ്ങളും അതുപോലെ ചിലമ്പിൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ. കാരണം 2 ദിവസമായിട്ട് നമ്മൾ ഇത് തന്നെയല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാവാറുണ്ട്. കണ്ണൂർ വളപട്ടണം കളരിവാതുക്കലും അതുപോലെ തന്നെ മാടായി തിരുവർക്കാട്ട് കാവിലും പെരുങ്കലശത്തോടുകൂടെയാണ് കണ്ണൂർ ജില്ലയിലെ തെയ്യാട്ടകാലം സമാപിക്കുന്നത്. അത് വരുന്നത് ഇടവ മാസത്തിലാണ് കേട്ടോ. മലയാളം ഇടവ മാസത്തിലാണ് ഈ 2 സ്ഥലങ്ങളിലും ഈ നമ്മുടെ തെയ്യാട്ട ചടങ്ങ് നടക്കുന്നത്. ഇതുകൂടാതെ കർക്കടകത്തിലെ ഒരു ആടിവേടൻ കെട്ടുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. കർക്കടകത്തിൽ 7-ാം നാളിലും അതുപോലെ തന്നെ 28-ാം നാളിലുമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ ആടിവേടൻ എല്ലാ വീടുകളിലും വരും കേട്ടോ. ആടി എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ ആണ് ഈ ആടിവേടൻ കെട്ടുന്നത്. നല്ല മുഖത്തെഴുത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അവരെ കാണാൻ. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ വീടുകളിലും കയറി കർക്കിടക മാസത്തിൽ പഞ്ഞമാസം എന്നാണല്ലോ കർക്കിടക മാസത്തിന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവർ വീടുകളിലൊക്കെ വരുന്നത്. അത് ഇപ്പോഴും കണ്ണൂരിൻ്റെ പല ഭാഗത്തും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ നാട്ടിലതുണ്ടോ എന്ന് എനിക്കിപ്പോഴും ഡൗട്ടാണ്. ഞാൻ കുറേ വർഷങ്ങളായി അങ്ങനെയുള്ള വേടനെയൊക്കെ കണ്ടിട്ട്. ഇതുകൂടാതെ മുത്തപ്പൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മുത്തപ്പൻ കെട്ടിയാടിക്കാൻ പ്രത്യേകിച്ച് സമയങ്ങളൊന്നും തന്നെയില്ല. ത്രൂ ഔട്ട് ദ ഇയർ മുത്തപ്പൻ മടപ്പുരയിലാണെങ്കിലും വീടുകളിലാണെങ്കിലും നമ്മൾ മുത്തപ്പനെ കെട്ടിയാടിക്കാറുണ്ട്. കണ്ണൂരിൽ പറശ്ശിനിയിൽ കടവിൽ പോവാത്ത ആളുകൾ ഉണ്ടാവില്ല. നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ കണ്ണൂരിൽ തിരിച്ചെത്തിയാൽ നമ്മൾ ആദ്യം പോകുന്നത് മുത്തപ്പൻ്റെ മടപ്പുരയായിട്ടുള്ള നമ്മുടെ പറശ്ശിനിക്കടവിലേക്ക്. തെയ്യം ആരാധകരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അവരുടെ നിത്യജീവിതത്തിലുടനീളം അവരുടെ ചിന്തയിലും ഭാഷയിൽ പോലും തെയ്യം നിറഞ്ഞു നിൽക്കുന്നതൊക്കെ കാണാം. ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ പല പദപ്രയോഗങ്ങളും തെയ്യവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന് കുറച്ച് 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ തെയ്യം കൂടിയതുപോലെ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ തെയ്യത്തിനെപ്പോഴും എത്ര ശാന്തമായിട്ടുള്ളൊരു രൂപമാണെങ്കിൽ പോലും ഒരു രൗദ്രഭാവം മുഖത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ തെയ്യം കൂടിയതുപോലെ എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാൾ ഒത്തിരി അങ്ങ് ദേഷ്യപ്പെടുമ്പോഴും അങ്ങനെയൊക്കെ പറയുന്നതാണ് തെയ്യം കൂടിയതുപോലെ എന്ന്. അതുപോലെ തോറ്റം തുടങ്ങിയോ, തോറ്റം എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ
ഒരുപാട് മണിക്കൂറുകളോളം നീളുന്ന ഒരു തെയ്യത്തിനെ വർണ്ണിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണത്. അപ്പോൾ അതിലിങ്ങനെ ഒത്തിരി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോറ്റാൻ തുടങ്ങിയോ ഇങ്ങനെ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. വേറൊരു വളരെ യൂഷ്വലായിട്ട് പ്രയോഗിക്കുന്നതാണ് തെയ്യം വരും പോലെ, തെയ്യം കെട്ടിയതുപോലെ എന്നൊക്കെ പറയും. അതായത് ഒരു ഇപ്പം സ്ത്രീകളാണെങ്കിലും ഒത്തിരി നന്നായിട്ടങ്ങ് അണിഞ്ഞൊരുങ്ങി ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴൊക്കെ ഇങ്ങനെയൊരു കാര്യം കൂടെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഞാനൊക്കെ എപ്പോഴും പറയാറുണ്ട് തെയ്യം കഴിഞ്ഞ വീട് പോലെ എന്നൊക്കെ പറയും. അതായത് വീടൊക്കെ ഒന്ന് ഭയങ്കര അലങ്കോലമായിട്ടിരിക്കുന്ന കണ്ടാൽ ഒന്നും ഓർഗനൈസ് ചെയ്യാണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ പറയും എന്തുവാണ് തെയ്യം കഴിഞ്ഞ വീട് പോലെ ഉണ്ടാക്കിയെന്ന് പറയും. അതായത് ഒന്നും എന്താ പറയുക, ഒത്തിരി നമ്മൾ ഈ തെയ്യത്തിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കിതിനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2-3 ദിവസം തെയ്യത്തിൻ്റെ കാവൽ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ വീടൊന്നും അധികം കാര്യമായിട്ടൊന്നും നോക്കാണ്ട് ആണ് നമുക്കുണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇപ്പോഴും എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ഒരു കണ്ണൂരൊക്കെ സ്ഥിരമായിട്ട് ഉള്ള പ്രയോഗങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ഇങ്ങനെ ഉറങ്ങുമ്പോഴേക്ക് ഇപ്പോൾ പകലൊക്കെ നമ്മൾ ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്നാൽ നീ എന്താ തെയ്യം കെട്ടാൻ പോയിനോ അല്ലെങ്കിൽ തെയ്യം കാണാൻ പോയിനോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ ഈ തെയ്യത്തിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു ഭാഷയിലും ചിന്തയിലും ഒക്കെയുള്ള ആ ഒരു സ്വാധീനമാണ് ഞാൻ ഈ ഉദാഹരണത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇങ്ങനെ തെയ്യത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടം വെച്ചൊന്നും തീരുന്നില്ല. ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഞാൻ ലാസ്റ്റ് ഇയർ ഷൂട്ട് ചെയ്ത കുറേ വീഡിയോസിൻ്റെ കുറച്ച് ക്ലിപ്സാണ്. ഇതുമായി ചേർന്നുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ അരങ്ങേറിയിട്ടുള്ള അല്ലെങ്കിൽ കെട്ടിയാടിച്ചിട്ടുള്ള എല്ലാ തെയ്യങ്ങളുടെയും ഫുൾ വീഡിയോ അല്ലെങ്കിലും ഞാൻ കുറേയൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനതൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തെയ്യം കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ വീഡിയോ കാണാനും അങ്ങയുടെ അഭിപ്രായങ്ങൾ പറയാനും സംശയങ്ങളൊക്കെ ചോദിക്കാം. എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ വളരെ ചെറിയ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്നത്. ഇതിൽ എന്തൊക്കെയും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എനിക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതും എനിക്ക് അച്ഛനും അമ്മയും അല്ല അച്ഛമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ചിട്ടും അത്യാവശ്യം വായിച്ചിട്ടൊക്കെയുള്ള അറിവ് വെച്ചാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ എന്നും കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ കുട്ടിക്കാലം തൊട്ടേ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഒത്തിരി നാൾ ആയി വിചാരിക്കുന്നതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ഓരോ തെയ്യത്തിൻ്റെയും ചമയങ്ങളാണെങ്കിലും അവരുടെ വേഷവിധാനങ്ങൾ, മുഖത്തെഴുത്ത്, അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഒക്കെ ഡിഫറെൻ്റാണ് കേട്ടോ. ആ മുഖത്തെഴുത്തിൻ്റെ ആ ഒരു കണക്കും എന്താണ് എന്ത് കളർ യൂസ് ചെയ്യണം എങ്ങനെയൊക്കെ വേണം എന്നൊക്കെയുള്ളത് എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള കണക്ക് ഉണ്ടാവും. ഇത് ഈ തെയ്യങ്ങൾ കെട്ടുന്ന കോലക്കാർ അതായത് വ്രതശുദ്ധിയോടുകൂടെ ഒരുപാട് പ്രാക്ടീസിലൂടെയും ഒരുപാട് വർഷത്തെ പ്രാക്ടീസിലൂടെയാണ് ഇവർ ഈ ഒരു അനുഷ്ഠാന കലയിൽ വൈദഗ്ധ്യം നേടുന്നത് കേട്ടോ. ഈ ഇടെ ഈ തെയ്യങ്ങളുടെ കോലങ്ങൾ കെട്ടിയിട്ട് നമ്മുടെ പല ഫങ്ഷൻസിലൊക്കെ എന്താ ഒരു പ്രദർശനം പോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി അത് വെറും ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. തെയ്യം കെട്ടുമ്പോൾ കാവുകളിൽ തെയ്യം കെട്ടുന്നത് പോലെയല്ല അത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് വ്രതശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് തെയ്യം കെട്ടൽ. അതിന് കൃത്യമായ കണക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും തെയ്യം എന്ന് പറയുന്ന ഈ ഒരു അനുഷ്ഠാന കല ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായെന്ന് വാഴ്ത്തപ്പെടുന്ന തെയ്യത്തിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ നമുക്ക് സംരക്ഷിക്കാം. ഈ ഒരു അനുഷ്ഠാന കലയോടൊപ്പം തന്നെ നമ്മൾ സംരക്ഷിക്കുന്ന നമ്മുടെ ഈ ചെറിയ കാടുകൾ കൂടെയുണ്ട്. അതിലുള്ള ബയോഡൈവേഴ്സിറ്റി, അവിടെയുള്ള ജീവജാലങ്ങളെ കൂടെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ഓരോ കാവുകൾക്കും അല്ലെങ്കിൽ കാവിനെ സംരക്ഷിക്കുന്നവർക്കും ഉണ്ടെന്ന് കൂടെ ഞാൻ ഇതിനോടൊപ്പം പറയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. ഇത്തവണയും നമ്മുടെ ക്ഷേത്രത്തിൽ ഇതുപോലെ കളിയാട്ട മഹോത്സവം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് നാഗാരാധനയ്ക്കുള്ള ഒരു സ്ഥലം കൂടെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ കളിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെയുള്ള പൂജകളും കൂടെ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. മോസ്റ്റ്ലി അത് ഏപ്രിൽ ലാസ്റ്റ് വീക്കോടുകൂടിയാണ് നമ്മൾ